അധികം താമസിയാതെ അവർ അടുത്തുള്ള ഒരു റെയിൽവേ സ്റ്റേഷന്റെ മുന്നിലേക്ക് ചെന്ന് നിർത്തിയപ്പോൾ അനന്തൻ വീണ്ടും അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി. താൻ ഇറങ്ങേണ്ട സ്ഥലം എത്തിയെന്ന് തോന്നിയതും മറ്റൊന്നും പറയാതെ അവൾ ആ വണ്ടിയിൽ നിന്നും ഇറങ്ങുമ്പോൾ കൂടെ അവനും ഇറങ്ങിച്ചെന്ന് അവളുടെ അടുത്തേക്ക് നടന്നു. ഇവിടെ എവിടെയാ തൻ്റെ വീട്? വേണമെങ്കിൽ ഒരു കൂട്ടിന് ഞാനും തൻ്റെ കൂടെ വരാം. അവൻ ഒരു പുഞ്ചിരിയോടെ അത് പറഞ്ഞെങ്കിലും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിയതേയില്ല. ഉള്ളിൽ ഒരു ഭാരം തിങ്ങി നിറയുന്ന വേദനയോടെ അവൾ വീണ്ടും അവനു മുന്നിൽ തൊഴുതു നിന്നു. അല്ല, ഇതെന്തിനാ വീണ്ടും ഒരു നന്ദി? നേരത്തെ താൻ ഈ നന്ദി എന്നെ അറിയിച്ചിരുന്നതാണല്ലോ. അറിയിച്ചിരുന്നു, എന്നാൽ വീണ്ടും അത് ചെയ്യണമെന്ന് തോന്നി. അത്രയ്ക്കും വലിയൊരു കാര്യമല്ലേ സാറ എനിക്ക് വേണ്ടി ചെയ്തു തന്നത്. ആ നേരത്ത് സാറ അവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ. പറയാൻ തുടങ്ങിയത് മുഴുവനാക്കാതെ അവൾ അറിയാതെ ഒന്ന് വിതുമ്പി. പുറത്തേക്ക് ഉതിർന്നു വീഴാൻ തുടങ്ങിയ കണ്ണുനീര് അവൾ വേഗം തുടച്ചെടുത്ത് പോകാൻ തിരഞ്ഞതും പെട്ടെന്ന് അവൻ അവളെ വീണ്ടും ഒന്ന് വിളിച്ചു. അതെ, കുട്ടി അവിടെ നിന്ന് നിന്നേ. ഈ നേരം വരെ താൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നിട്ടും തൻ്റെ പേരെന്താണെന്ന് ഞാൻ ചോദിച്ചില്ല. കുട്ടി എന്നോട് പറഞ്ഞതുമില്ല. എൻ്റെ പേര് അനന്തൻ, മുഴുവൻ പേര് അനന്തനാരായണൻ. ഒരു ചെറുപുഞ്ചിരിയോടെ അവനത് പറഞ്ഞവസാനിപ്പിച്ചതും അവൾ തിരിഞ്ഞ് അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. ഞാൻ വേദിക. പേര് പറഞ്ഞ ഉടൻ അവൾ അവിടെ നിന്നും തിരിച്ചു നടന്നു. പിന്നീടൊന്നും അവൻ ചോദിക്കാനോ പറയാനോ ശ്രമിച്ചില്ല. തിരിഞ്ഞു നോക്കാതെ അവൾ പോകുന്നത് നോക്കി അവനൊന്ന് നിന്നുവെങ്കിലും പിന്നീട് അവനും തിരികെ വണ്ടിയിലേക്ക് കയറിയിരുന്നു. കീ കൊടുത്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നേരമാണ് അനന്തൻ്റെ കണ്ണുകൾ അറിയാതെ ആ കാഴ്ചയിലേക്ക് ചെന്നുടക്കിയത്. അവളിരുന്ന സീറ്റിനു താഴെ വീണു കിടക്കുന്ന അവളുടെ മോതിരം കണ്ടതും അവൻ അതെടുത്ത് വേഗം നോക്കി. അല്പം മുമ്പ് വിരലിൽ നിന്നും ഊരിക്കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവൾ അറിയാതെ വീണുപോയതാകുമെന്ന് അവൻ കരുതി. എങ്കിൽ പിന്നെ ഇതവൾക്ക് കൊടുത്തിട്ട് തിരിച്ചു പോകാമെന്ന് മനസ്സിലുറപ്പിച്ച് മോതിരവുമായി അനന്തൻ വണ്ടിയിൽ നിന്നിറങ്ങി. എന്നിട്ട് അവൾ പോയ വഴിയെ നടന്നു. കുറച്ചുനേരം അവൻ അവിടെയെല്ലാം ചുറ്റിക്കറങ്ങി. സ്റ്റേഷനിലോ ആ പരിസരത്ത് ഒന്നും തന്നെ അവൻ അവളെ കാണാൻ സാധിച്ചില്ല. നിമിഷ നേരം കൊണ്ട് അവൾ ഇതെവിടെ പോയെന്ന ചിന്തയിൽ നെറ്റിയുരസി നിൽക്കുമ്പോഴാണ് ഒരു പെൺകുട്ടി റെയിൽവേ ട്രാക്കിന് നടുവിലൂടെ നടന്നു പോകുന്നത് അവൻ ശ്രദ്ധിച്ചത്. ഒറ്റ നോട്ടത്തിൽ തന്നെ ആ പെൺകുട്ടി വേദയാണെന്നവൻ ഞെട്ടലോടെ തിരിച്ചറിയുകയായിരുന്നു. അടുത്ത ട്രെയിൻ ഉടനെ എത്തുമെന്ന അറിയിപ്പ് പ്ലാറ്റ്ഫോമിൽ മുഴങ്ങിക്കേൾക്കുക കൂടി ചെയ്തപ്പോൾ അവൻ്റെ ശരീരമാകെ ചൂടുപിടിക്കാൻ തുടങ്ങി. ദൂരെ നിന്നും വരുന്ന ട്രെയിനിൻ്റെ ചൂളം വിളി അവൻ്റെ കാതുകളെ പെട്ടെന്ന് ഭയപ്പെടുത്തിയപ്പോൾ അവളുടെ മോതിരം ഷർട്ടിൻ്റെ പോക്കറ്റിലേക്ക് ഇട്ടവൻ വേഗം ട്രാക്കിലേക്ക് എടുത്തു ചാടി. വേദേ എന്നുറക്കി വിളിച്ചവൻ അവൾക്ക് പിറകെ പാഞ്ഞടുക്കുന്തോറും അവൾ കേൾക്കാത്ത ഭാവത്തിൽ കണ്ണുകൾ തുടച്ച് മുന്നോട്ട് നടന്നുകൊണ്ടേയിരുന്നു. ഓടുന്തോറും ട്രാക്കിൽ ഉയർന്നു കേൾക്കുന്ന ചൂളം വിളിയുടെ തരംഗങ്ങൾ അവൻ്റെ കാലുകളെ ഒന്നുകൂടി വേഗത്തിലോടുവാൻ പ്രേരിപ്പിക്കുകയായിരുന്നു അന്നേരം. ഒടുവിൽ അവളെ മറികടന്നുകൊണ്ട് അവൻ മുന്നിലേക്ക് എത്തിച്ചേർന്നതും ട്രാക്കിൽ നിന്ന് അവളെ അവൻ ബലമായി പിടിച്ചു വലിച്ച് പുറത്തേക്ക് നിർത്തി. അപ്പോഴേക്കും ട്രെയിൻ ആ ട്രാക്കിലൂടെ പാഞ്ഞോടി തുടങ്ങിയിരുന്നു. മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ താൻ മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടുവല്ലോ എന്ന ദേഷ്യത്തോടെ അവൾ വീണ്ടും ട്രാക്കിലേക്ക് കുതിക്കാൻ ശ്രമിച്ചപ്പോൾ അവൻ അവളെ വീണ്ടും ബലമായി പിടിച്ചൊതുക്കേണ്ടി വന്നു. തൻ്റെ കൈപ്പിടിയിൽ കിടന്നും അവൾ ആവേശത്തോടെ കുതറാൻ ശ്രമിക്കുമ്പോൾ വേറെ നിവൃത്തിയില്ലാതെ അവൻ അവളെ എടുത്തുപൊക്കി അവൻ്റെ ചുമലിലേക്ക് എടുത്തിട്ടു. പിന്നെ വേഗം ട്രാക്കിനടുത്തു നിന്നും മാറി അവൻ കുറച്ചപ്പുറത്തേക്ക് നടക്കാൻ തുടങ്ങി. അപ്പോഴും കരഞ്ഞുകൊണ്ട് കുതറാൻ ശ്രമിക്കുന്നവളെ സഹിക്കെട്ട് അവൻ താഴെ നിർത്തിയതും ആ കവിളിലേക്ക് അവൻ്റെ കൈ ശക്തിയോടെ ഒന്ന് ഉയർന്നു പൊങ്ങിക്കഴിഞ്ഞിരുന്നു. നിനക്ക് എന്താടി ഭ്രാന്ത് പിടിച്ചോ? നീ വീട്ടിലേക്ക് പോവാണെന്നല്ലേ എന്നോട് പറഞ്ഞത്? എന്നിട്ട് നീ എന്തിനടി ചാവാൻ പുറപ്പെട്ടെ? ഇതിനു മാത്രം എന്ത് പ്രശ്നം നിനക്കുള്ളത്? അലമുറയിട്ടവൻ അവളെ നോക്കിയത് ചോദിച്ചപ്പോഴേക്കും കണ്ണീരോടെ അവൾ മുഖം പൊത്തിപ്പിടിച്ച് അവൻ്റെ മുൻപിൽ മുട്ടുകുത്തി ഇരുന്നു പോയി. അറിയാതെ അവളെ തല്ലിപ്പോയതിൻ്റെ കുറ്റബോധത്തിൽ അന്നേരം കുറച്ചു നേരത്തേക്ക് അവനും ഒന്നും പറയാനാവാതെ നിൽക്കുകയായിരുന്നു. എന്തിനു വേണ്ടിയാ നിങ്ങൾ എന്നെ രക്ഷിച്ചത്? തീരുവായിരുന്നല്ലോ ഈ പാഴ്ജന്മം. ആർക്കും വേണ്ടാത്ത ഈ ജീവിതം ഒന്ന് അവസാനിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ എന്തിനാ നിങ്ങൾ വന്ന് എന്നെ രക്ഷിച്ചത്? അവൾ മുഖം കുനിച്ചിരുന്ന് വിതുമ്പൽ അടക്കി പിടിച്ച് ഓരോന്നും പറയുന്നത് കേട്ടപ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ അനന്തനും ആകെയൊന്ന് വല്ലാണ്ടായി.
വീണ്ടും അവളെ ചീത്ത വിളിക്കണോ അതോ ആശ്വസിപ്പിക്കണോ എന്നറിയാത്ത മനോഭാവത്തിൽ അവൻ നിൽപ്പ് തുടരുന്നതിനിടയിലാണ് അവൻ്റെ അധരങ്ങൾ വീണ്ടും അവളുടെ പേര് വിളിച്ചത്. വേദേ, താൻ ആരെന്നോ ഏതെന്നോ എനിക്കറിയില്ല. തൻ്റെ പ്രശ്നം എന്താണെന്നും എനിക്കറിയില്ല. എന്നാൽ ഇത്രയും സമയം നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. ആ പരിചയത്തിൻ്റെ സ്വാതന്ത്ര്യത്തിലാണ് ഞാൻ തന്നോട് ചോദിക്കുന്നത്. എന്താ എന്താ ശരിക്കും തൻ്റെ പ്രശ്നം? അവൾ വീണ്ടും അവനെ നോക്കി കണ്ണീരുതിർക്കാൻ തുടങ്ങിയപ്പോൾ ക്ഷമ നശിച്ച അവൻ പെട്ടെന്നറിയാതെ ഉറക്കെ പൊട്ടിത്തെറിച്ചു പോയി. എടോ, തൻ്റെ പ്രശ്നം എന്താണെന്ന് അറിഞ്ഞാലല്ലേ എനിക്ക് എന്തേലും പറയാനൊക്കൂ. ഒരുപക്ഷെ എനിക്ക് പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ അതിന് ശ്രമിക്കുകയും ചെയ്യാം. അല്ലാതെ ഇങ്ങനെ ജീവൻ അവസാനിപ്പിച്ച് കളയല്ല വേണ്ടത്. ഇത്രയും നേരം ഞാൻ തന്നോടൊന്നും ചോദിക്കാതിരുന്നത് തനിക്കൊരു വിഷമാകുമെന്ന് കരുതിയായിരുന്നു. എന്നാൽ എനിക്കിപ്പോൾ എല്ലാം അറിയണം. തന്നെ ഉപദ്രവിക്കാൻ വന്നവന്മാരും താനും തമ്മിൽ എന്താ ബന്ധമെന്ന്, എങ്ങനെയാ താൻ അവിടേക്ക് എത്തിയത് എന്നൊക്കെ എനിക്കറിയണം. പറ വേദേ, എന്താ ശരിക്കും തൻ്റെ പ്രശ്നം? വേണ്ട, എന്നെക്കുറിച്ച് സാറൊന്നും അറിയണ്ട. എനിക്കൊന്നും സാറിനോട് പറയാനില്ല. സാറ് പൊക്കോ. അല്ലെങ്കിൽ തന്നെ എൻ്റെ പ്രശ്നങ്ങൾ തീർക്കാനും എന്നെ സഹായിക്കാനും സാർ എൻ്റെ ആരാ? മനുഷ്യത്വത്തിൻ്റെ പേരിലാണെങ്കിൽ ഇത്രയും നേരം എന്നെ സഹായിച്ചില്ലേ സാറ്? അത് മതി. ഇനി എന്നെ വെറുതെ വിട്ടേക്ക് സാർ. ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ എന്നാണോ അതോ മരിച്ചോട്ടെ എന്നാണോ നീ പറയാൻ പോകുന്നത്? പെട്ടെന്നൊരു മറുപടി പറയാനാകാതെ അവൾ അവനിൽ നിന്നും വേഗം മുഖം തിരിഞ്ഞു നിന്നപ്പോഴും അവളെ പിടിവിടാതെന്ന പോലെ അവൻ അവളുടെ മുന്നിലേക്ക് കയറി നിന്നു. വീട്ടിലേക്ക് പോവാണെന്നല്ലേ താൻ എന്നോട് പറഞ്ഞത്? ശരിക്കും തനിക്ക് വീടും വീട്ടുകാരൊന്നുമില്ലേ? ഇനി പോകാൻ ഒരിടം ഇല്ലാത്തതുകൊണ്ടാണോ താൻ ആത്മഹത്യ ചെയ്യാൻ ഉദ്ദേശിച്ചത്? കുറുക്കിയ കണ്ണുകളിലെ സങ്കടം അടക്കി പിടിച്ച് അവൾ അവൻ്റെ മുഖത്തേക്ക് അന്നേരം നോക്കിയപ്പോൾ ആ നോട്ടം അവനെയും വല്ലാത്ത ഒരവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചു. എന്നാലും എൻ്റെ അച്ചു, നീ എന്തിനാ അവനെ തന്നെ ലോഡെടുക്കാൻ പറഞ്ഞത്? അതും ഒറ്റയ്ക്കല്ലേ അവൻ? വരുണ് പോലും കൂടെയില്ല. ഇത്രയും നേരമായിട്ടും അവനൊന്ന് വിളിക്കണില്ല. തിരിച്ചൊന്ന് വിളിക്കാന്ന് വെച്ചാൽ പരിധിക്ക് പുറത്തും. ഇനിയിപ്പോൾ എന്താ ചെയ്യാ എൻ്റെ അച്ചു? ആദ്യ പിടിച്ച മനസ്സോടെ ഇരിപ്പുറയ്ക്കാത്ത അമ്മയെ സമാധാനിപ്പിക്കാൻ അച്ചുവും അന്നേരം പാടുപെടുകയായിരുന്നു. എൻ്റെ അമ്മേ, അനന്ത് ഇത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ ലോഡെടുക്കാൻ പോകുന്നത്. പിന്നെ എന്തിനാ അമ്മ ഇത്രയും ടെൻഷൻ അടിക്കുന്നത്? ഞാൻ കുറച്ചു മുമ്പ് വരെ അവനെ വിളിച്ചപ്പോൾ അവനിങ്ങ് എത്താറായി എന്നാ പറഞ്ഞത്. ആണോ? എന്നിട്ട് നീ എന്താ അത് എന്നോട് പറയാഞ്ഞേ? ആ അത് പിന്നെ ഞാൻ ഒരു തിരക്കിലായിരുന്നല്ലോ അമ്മേ, അതാ പറയാൻ വിട്ടത്. ഒരു നുണ പറയാൻ ഒപ്പിച്ച ആശ്വാസത്തോടെ അവനൊരു നെടുവീർപ്പിട്ട് തിരിഞ്ഞു നോക്കിയതും ഇടുപ്പിൽ കൈവച്ച് അവൾ അവനെ തന്നെ കൂർപ്പിച്ചു നോക്കുന്നുണ്ടായിരുന്നു. ആ നോട്ടത്തിന് അർത്ഥം മനസ്സിലാക്കിയ അച്ചുവെന്ന അശോക് ഒരു കള്ളച്ചിരിയോടെ അവളെ ഒന്ന് നോക്കി. എൻ്റെ അച്ചുവേട്ടാ, എന്തിനാ പാവത്തിനെ ഇങ്ങനെ പറഞ്ഞു പറ്റിക്കുന്നത്? നീയൊന്ന് പതുക്കെ പറ എൻ്റെ മൃദു, അമ്മ കേൾക്കണ്ട. ഇല്ല, അമ്മയെ ഞാൻ കേൾപ്പിക്കില്ല. എന്നാൽ ഇക്കാര്യത്തിൽ അച്ചുവേട്ടൻ എന്താ ഒന്നും ചെയ്യാത്തേ? അമ്മാവനും അമ്മായിയൊക്കെ ആകെ ടെൻഷനില്ല. ഭദ്രയുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ. നമ്മളൊക്കെ ഉണരുന്നതിന് മുമ്പേ എത്തിക്കോളാന്ന് വാക്ക് പറഞ്ഞിട്ടാ അനന്ത് ഫോൺ വെച്ചെന്നാ അവള് പറഞ്ഞേ. എന്നിട്ട് ഇതുവരെയും അവൻ എത്തിയിട്ടില്ല. ഇതിപ്പോൾ ആകെ കുഴപ്പമാവുമല്ലോ അച്ചേട്ടാ. നീ എന്തായാലും അമ്മയൊന്ന് മാനേജ് ചെയ്ത് നിർത്തണം. സാധനങ്ങൾ എടുക്കുന്നിടത്തെ മുരുകസ്വാമിയെ ഞാൻ കുറച്ചു മുമ്പ് വിളിച്ചതാണ്. അവൻ അവിടെ നിന്നും രാത്രി 10 മണിക്ക് ഇറങ്ങിയെന്നും പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എത്തേണ്ട സമയം കഴിഞ്ഞു. അതാ എനിക്ക് മനസ്സിലാവാത്തത്. ഇതിനിടയ്ക്ക് എന്താ ഉണ്ടായതെന്ന് എനിക്കറിയില്ല മൃദു. മനസ്സിൽ ആശങ്ക നിറഞ്ഞവൻ നിൽക്കുമ്പോൾ മൃദുല അവൻ്റെ അരികിൽ പറ്റിച്ചേർന്ന് അവനെ തന്നെ പേടിയോടെ ഒന്ന് നോക്കി. അച്ചുവേട്ടാ, വെറുതെ ആവശ്യമില്ലാത്തൊന്നും ചിന്തിച്ചു കൂട്ടണ്ട. നിങ്ങൾ ഏതായാലും അവനെ ഒന്നുകൂടി വിളിക്ക്. ഞാൻ ഒന്നുകൂടി നോക്കട്ടെ മൃദു. അശോക് അതും പറഞ്ഞ് ഫോൺ ചെവിയിൽ വെച്ച് പുറത്തേക്ക് ഇറങ്ങി. അച്ചുവേട്ടാ, എങ്ങനെയുണ്ട്? കൊള്ളാമോ? നിശ്ചയത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം ചെയ്ത് അണിഞ്ഞൊരുങ്ങി മുന്നിൽ വന്ന് നിൽക്കുന്ന കുഞ്ഞനിയത്തി അമൃതയുടെ ചോദ്യം കേട്ടാണ് അവനൊന്ന് തിരിഞ്ഞു നോക്കിയത്. ഫോൺ ചെവിയിൽ വെച്ചുകൊണ്ട് നിൽക്കുന്നതിനിടെ കൊള്ളാം, സൂപ്പർ എന്നൊക്കെ അവൻ തലയാട്ടിക്കൊണ്ട് കാണിച്ചപ്പോൾ അവളുടെ മുഖത്ത് സന്തോഷം തെളിഞ്ഞു വന്നെങ്കിലും വല്യേട്ടൻ മറ്റെന്തോ തിരക്കിലാണെന്നുകൂടി അവൾക്ക് മനസ്സിലായി. അതുകൊണ്ട് പിന്നീട് കൂടുതലൊന്നും ചോദിക്കാൻ നിൽക്കാതെ അവൾ അവിടെ നിന്നും വേഗം അകത്തേക്ക് കയറിപ്പോയി.
അപ്പോഴും അനന്തുവിനെ വിളിച്ചിട്ട് കിട്ടാത്തതിൻ്റെ പേരിൽ അച്ചുവിനാകെ പ്രയാസവും ദേഷ്യവും എല്ലാം തോന്നിയിരുന്നു. അതിനിടയിലാണ് അവൻ്റെ പിറകിലൂടെ വന്ന് അച്ഛനായ വിശ്വംഭരൻ അവനെ ഒന്ന് തൊട്ടു വിളിച്ചത്. മൊത്തത്തിൽ ആകെ ചൂടിലും മനപ്രയാസത്തിലും എന്തു ചെയ്യണമെന്നറിയാതെ അവൻ നിൽക്കുന്നതിനിടയിൽ മൃദുലയാണ് തന്നെ ശല്യം ചെയ്യുന്നതെന്ന് കരുതി പെട്ടെന്നവൻ ഉറക്കെ പൊട്ടിത്തെറിച്ചുപോയി. എന്താ മൃദു ഇത്? മനുഷ്യനൊരൽപ്പം സ്വസ്ഥതയെങ്കിലും തന്നൂടെ? പറഞ്ഞു തീർന്നവൻ നോക്കിയതും അച്ഛൻ്റെ മുഖത്തേക്കായിരുന്നു. താൻ പറഞ്ഞത് അബദ്ധമായല്ലോ എന്നോർത്ത് അവൻ നെറ്റിച്ചുവച്ച് അച്ഛനോടൊന്ന് പുഞ്ചിരിച്ചു കാണിച്ചു. സോറി അച്ഛാ, ഞാൻ കരുതിയത് മൃദുവാണെന്നാ. അതാ ഞാൻ. ആ ആ അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്തായി കാര്യങ്ങൾ? അനന്തുവിനെ വിളിച്ച് നിനക്ക് കിട്ടിയോ? സുധാകരൻ്റെ ഇപ്പോഴും കൂടി വിളിച്ചു വെച്ചതേ ഉള്ളൂ. ഇവനിത് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ട് എവിടേക്കാണ് പോയിരിക്കുന്നത്? എന്താ അച്ചു അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അച്ഛൻ്റെ ചോദ്യങ്ങൾക്കൊന്നും ഒരു ഉത്തരം പറയാൻ കഴിയാതെ അവൻ ആകെ വിഷമിച്ചു. അത് പിന്നെ അവനിനി മറ്റേതെങ്കിലും തിരക്കിൽപ്പെട്ട് കാണുമെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ പിന്നെ സാധനങ്ങളൊക്കെ നേരെ ഗോഡൗണിൽ ഇറക്കി വെച്ചിട്ട് വരാമെന്ന് കരുതിയിട്ടാണോ എന്നും അറിയില്ല. അതെ അതെ, അവൻ്റെ കാര്യങ്ങളൊക്കെ എന്നും അങ്ങനെയാണല്ലോ. കൃത്യമായി ഒന്നിനും ഒരു ഉത്തരമില്ല, ഒന്നും ആരോടും പറയുകയില്ല. ഇവിടെ ഇങ്ങനൊരു ചടങ്ങ് നടക്കാൻ പോകുകയാണെന്ന് അറിഞ്ഞു വെച്ചിട്ടല്ലേ ഇന്നലെ മനഃപൂർവ്വം ലോഡ് എടുക്കാനെന്നും പറഞ്ഞ് അവൻ ഇവിടെ നിന്നും പോയത്. ഇത്രയും വകതിരിവുള്ള നിനക്കെങ്കിലും അതൊന്ന് തടയാമായിരുന്നില്ലേ അച്ചു? ഇനി കുറച്ചുകൂടി കഴിഞ്ഞ ആളുകളൊക്കെ ഇങ്ങ് എത്തിത്തുടങ്ങും. അപ്പോഴും അവനിങ്ങ് എത്തിയിട്ടില്ലെങ്കിൽ അറിയാലോ അച്ഛൻ്റെ ഈ സ്വഭാവം. അറിയാം അച്ഛാ. പക്ഷെ അച്ഛൻ കരുതുന്നത് പോലെ അനന്ത് ഒരു പ്രശ്നത്തിനും പോയിട്ടുണ്ടാവില്ല. അവനിപ്പം ഇങ്ങെത്തും. അച്ഛൻ ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കണ്ട. കാര്യങ്ങളൊക്കെ ഞാൻ വേണ്ട പോലെ നോക്കിക്കോളാം. ഒരു വിധത്തിൽ അച്ഛനെ പറഞ്ഞ് സമാധാനിപ്പിച്ച ശേഷം അവൻ വീണ്ടും അനന്തുവിൻ്റെ ഫോണിലേക്ക് കോൾ ചെയ്തു തുടങ്ങി.